لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. الله سبحانه وتعالى سورة യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തഖ്വയും അദ്ദേഹത്തിന്റെ ഖശ്യത്തും ഖൗഫും അള്ളാഹു അടിമകളോട് കൽപ്പിച്ച രീതിയിലുള്ള ജീവിത വിശുദ്ധിയും ഒക്കെ ഉൾക്കൊള്ളുന്ന ആ മനോഹരമായ ചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം പറഞ്ഞു തരികയാണ്. നമ്മൾ കഴിഞ്ഞ ആയത്തുകളിൽ അത് മനസ്സിലാക്കി. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ഒരു തഖ്വ, സൂക്ഷ്മത. ഇംറഅത്തുൽ അസീസ് യഥാർത്ഥത്തിൽ ഭീഷണിപ്പെടുത്തുകയാണ്. വലഇൻ ലം യഫ്അൽ മാ ആമുറുഹു ലയുസ്ജനന്ന വലയകൂന മിനസ് സാഗിരീൻ. ഞാൻ കൽപ്പിച്ചതുപോലെ യൂസുഫ് ചെയ്യുന്നില്ലെങ്കിൽ ലയുസ്ജനന്ന, തീർച്ചയായും യൂസുഫ് ജയിലിൽ അടക്കപ്പെടും. വലയകൂന മിനസ് സാഗിരീൻ, ജയിലടക്കപ്പെടുമെന്ന് മാത്രമല്ല, യൂസുഫിന്റെ പേരിന്, പെരുമക്ക്, ആളുകൾക്കിടയിലുള്ള യൂസുഫിന്റെ സമ്മതത്തിന് കോട്ടം വരുന്ന തരത്തിൽ യൂസുഫ് നിന്ദനായി മാറുകയും ചെയ്യും. അതിനുള്ള പണി അവരെടുക്കും. അതിന് കഴിവുള്ളവരാണ്, അധികാരികളാണ്. എന്തും പറയാനും എന്ത് ചെയ്യാനും താൽക്കാലികമായി ദുന്യവിയായി അവകാശവും അർഹതയും ഉള്ളവരാണ്. അതുകൊണ്ടാണ് ഇംറഅത്തുൽ അസീസ് അങ്ങനെ പറയാനുള്ള കാരണം. എന്നാൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അങ്ങേയറ്റത്തെ യഖീനും അള്ളാഹുവിനുള്ള തവക്കുലും ആഖിറത്തിൽ രക്ഷപ്പെടണമെന്ന അങ്ങേയറ്റത്തെ ആശയും ആഗ്രഹവും അതൊക്കെ നിഴലിക്കുന്ന വാക്ക് അദ്ദേഹം അവിടെ വെച്ച് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോട് ദുആ ചെയ്തു. നോക്കിക്കോളൂ, 33-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുർആൻ നോക്കണേ, സ്ക്രീൻ ഷെയർ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഫോണിൽ ഖുർആൻ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ശ്രദ്ധിക്കാം ഇൻഷാ അല്ലാഹ്. قال رب السجن أحب إلي مما يدعونني إليه وإلا تصرف عني كيدهن أصب إليهن وأكن من الجاهلين فاستجاب له ربه فصرف عنه كيدهن إنه هو السميع العليم. അർത്ഥം നോക്കിക്കോളൂ. ഖാല, അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എന്ന് പറയുമ്പോൾ ഐ യൂസുഫ്. ഖാല യൂസുഫ്, യൂസുഫ് പറഞ്ഞു. റബ്ബി, എന്റെ രക്ഷിതാവേ. യാ റബ്ബി എന്നാണ് ശരിക്കും. നിദാഇന്റെ ഹർഫ് അവിടെ മഹ്ദൂഫാണ്, കളയപ്പെട്ടിരിക്കുകയാണ്. യാ റബ്ബി, എന്റെ റബ്ബേ. നമ്മൾ മുമ്പും ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, റബ്ബ് എന്ന വാക്കിന് രക്ഷിതാവ് എന്ന് മലയാളത്തിൽ അർത്ഥം പറയുന്നതിനേക്കാൾ നല്ലത് അറബിയിലുള്ള റബ്ബിന്റെ നിർവചനം മനസ്സിലാക്കി റബ്ബിനെ റബ്ബ് തന്നെ എന്ന് പറയലാണ്. റബ്ബിനെ റബ്ബ് എന്ന് തന്നെ പറയലാണ് ഉചിതം. റബ്ബിന്റെ നിർവചനം മനസ്സിലാക്കിക്കൊണ്ട് പറയണം. നിർവചനം എന്ന് പറഞ്ഞാൽ ആരാണ് റബ്ബ്? ഖാലിഖും മാലിക്കും റാസിഖും മുദബ്ബിറും ആയിട്ടുള്ളവൻ. അതാണ് ശരിക്കും പറഞ്ഞാൽ റബ്ബ്. ഖാലിഖും മാലിക്കും റാസിഖും മുദബ്ബിറും ആയിട്ടുള്ളവൻ. ഇതൊക്കെ നമ്മൾ മുമ്പ് ക്ലാസ്സുകളിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള സംഗതിയാണ്, ആവർത്തിക്കുന്നില്ല. അപ്പൊ റബ്ബി, എന്റെ റബ്ബേ.
അസ്സിജ്നു ജയിൽ, അസ്സിജ്നു ജയിൽ. സിജ്നുൻ എന്ന് പറഞ്ഞാൽ ജയിൽ. അഹബ്ബു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഇഷ്ടപ്പെട്ടതെന്നല്ല, അഹബ്ബു ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇസ്മുൻ മുബാലഗ, അങ്ങേറ്റത്തെ ഇസ്മാണ്. അഹബ്ബു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്നു. അഹബ്ബു ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്നു. ഇലയ്യ എനിക്ക്. ഇലയ്യയുടെ ശരിക്കുള്ള വാക്കർത്ഥം പറയുകയാണെങ്കിൽ ഇല ഹർഫ് ജാർ, പിന്നെ മുത്തക്കല്ലിമിന്റെ യാ മജ്റൂറാണ്. എന്നിലേക്ക്, അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്നു. ഖാല അദ്ദേഹം പറഞ്ഞു, അസ്സിജ്നു ജയിൽ. അവരിപ്പം ഇമ്രാത്തുൽ അസീസ് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവൻ ജയിലടക്കപ്പെടും എന്ന് പറഞ്ഞു ഭയപ്പെടുത്തിയല്ലോ. ആ ജയിൽ, അസ്സിജ്നു ആ ജയിൽ. അഹബ്ബു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, അല്ലെങ്കിൽ അഹബ്ബു ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഇലയ്യ എനിക്ക്, ഇലയ്യ എനിക്ക്. മിമ്മ ഒന്നിനേക്കാൾ, അർത്ഥം എഴുതി വെക്കണം. മിമ്മ ഒന്നിനേക്കാൾ. എന്തൊന്നിനേക്കാൾ? യദുഊന അവർ വിളിക്കുന്നു, നീ എന്നെ. നൂൻ ഹർഫ് വിഖായ, പ്രത്യേകം ഒരു അർത്ഥമുള്ള ന്യൂനല്ല. ഏത്? യദുഊന എന്ന് എഴുതു. യദുഊന അല്ല, യദുഊന നീ എന്ന ന്യൂൻ. യദുഊന എന്ന ന്യൂൻ എന്താ? അത് ഫിഅലിന്റെ കൂടെയുള്ള ന്യൂനാണ്. യദുഊന നീ എന്ന് പറഞ്ഞ ആ ന്യൂൻ വിഖായ. നഹ്വ് പഠിക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞതാട്ടോ. അത് പഠിക്കാത്തവർക്ക് ചിലപ്പോൾ ഞാൻ ഈ പറയുന്നത് മനസ്സിലായി കൊള്ളണമെന്നില്ല, എന്നാലും ശ്രദ്ധിക്കാം. യദുഊന നീ, യദുഊന അവർ വിളിക്കുന്നു, നീ എന്നെ. നൂൻ ഹർഫ് വിഖായ, മുത്തകല്ലിമിന്റെ യാ മഫ്ഊൽ. ഒന്നുകൂടെ, മിമ്മ ഒന്നിനേക്കാൾ, യദുഊനനി അവർ എന്നെ വിളിക്കുന്നു, ഇലൈഹി അതിലേക്ക്. അപ്പൊ അവർ ഏതൊന്നിലേക്ക് എന്നെ വിളിക്കുന്നുവോ അതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ജയിൽവാസമാണ് എന്റെ റബ്ബേ. കണ്ടോ, അതാണ് ഈമാൻ. അതായത് ദുനിയാവിനെ വലിയ സംഗതിയായി കാണുന്നില്ലെന്ന് അർത്ഥം. ദുനിയാവിൽ ഒരുപക്ഷെ ജയിൽവാസിയായി തള്ളപ്പെട്ട് ദുരനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും ആഖിറത്തിൽ രക്ഷ പ്രാപിക്കണമെന്ന മഹത്തായ ചിന്ത ഓരോ സത്യവിശ്വാസികൾക്കും സദാ ഉണ്ടായിരിക്കേണ്ടുന്ന അത്യുജ്വലമായ ചിന്ത. ദുനിയാവിൽ എന്ത് നഷ്ടപ്പെട്ടാലും, എന്ത് സഹിക്കേണ്ടി വന്നാലും, ത്യജിക്കേണ്ടി വന്നാലും, നഫ്സിന്റെ എത്ര വലിയ രസങ്ങളെയും ആഗ്രഹങ്ങളെയും അടിച്ചൊതുക്കി ആഖിറത്തിന്റെ രസങ്ങളും സൗഭാഗ്യങ്ങളും ചിന്തിക്കുകയും കാത്തിരിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക എന്ന അതിമഹത്തായ ചിന്ത. അതാണ് ഈ പറയുന്നത്. യദുഊനനി ഇലൈഹി, അവർ അതിലേക്ക് എന്നെ വിളിക്കുന്നു. അങ്ങനെയുള്ള ഒന്നിനേക്കാൾ എനിക്കിഷ്ടം ജയിലാണ് അല്ലാഹുവേ എന്നുള്ളത് നോക്കിയോ. ഖാല അദ്ദേഹം പറഞ്ഞു, റബ്ബി എന്റെ റബ്ബേ, അസ്സിജ്നു ജയിൽ, അല്ലെങ്കിൽ ഈ ജയിൽ, അഹബ്ബു ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്നു, ഇലയ്യ എനിക്ക്, മിമ്മ ഒന്നിനേക്കാൾ, യദുഊനനി അവർ എന്നെ വിളിക്കുന്നു, ഇലൈഹി അതിലേക്ക്. അവർ ഏതൊന്നിലേക്ക് എന്നെ വിളിക്കുന്നുവോ അതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജയിലാണ് എന്റെ റബ്ബേ. വഇല്ലാ തസ്രിഫ് വസറഫ യസ്രിഫു, അതാണ് ഫിഅൽ. സറഫ, സറഫ എന്ന് പറഞ്ഞാൽ തിരിച്ചു. സറഫ തിരിച്ചു, ടേൺ ചെയ്തു. അതിന്റെ മുസ്തഖ്ബിലാണ്
യസ്രിഫു. വഹ്ദാൻ മുഅന്നസ് ഗായിബിന്റെ സീഗയാണ്, അല്ല ജംഅ് അല്ല, വഹ്ദാൻ മുദക്കർ ഹാദിറിന്റെ സീഗയാണ് തസ്രിഫു. വഇല്ലാ തസ്രിഫ്, നീ തിരിച്ചു കളയുന്നില്ലെങ്കിൽ. അർത്ഥം ശ്രദ്ധിക്കണേ. തസ്രിഫ് എന്ന് പറഞ്ഞാൽ നീ തിരിച്ചു കളയുക. ഇല്ലാ തസ്രിഫ്, നീ തിരിച്ചു കളയുന്നില്ലെങ്കിൽ. അല്ലെങ്കിൽ വഇല്ലാ തസ്രിഫ്, നീ തിരിച്ചു കളയാത്ത പക്ഷം. അന്നീ, എന്നെ തൊട്ട്. അൻ ഹർഫ് ജാർ, മുതകല്ലിമിന്റെ യാ മജ്റൂർ. അന്നീ, എന്നെ തൊട്ട്. അവ എന്നെ തൊട്ട് നീ തിരിച്ചു കളയുന്നില്ലെങ്കിൽ എന്തിനെ? മഫ്ഊല് കൈദഹുന്ന, ആ സ്ത്രീകളുടെ കുതന്ത്രത്തെ. കൈദ് നേരത്തെ നമ്മൾ പറഞ്ഞു, കുതന്ത്രം. അതെന്താണ്? ഇംറഅത്തുൽ അസീസ് മാത്രമല്ലേ യൂസുഫിനെ അതിനെ ക്ഷണിച്ചിട്ടുള്ളൂ. പിന്നെ ഇത് പറയുമ്പം അവരുടെ കുതന്ത്രം എന്ന് പറയാനുള്ള കാരണം എന്താണ്? അവിടെ വേറൊരു സംഭവം നടന്നിട്ടുണ്ട്, ഞാൻ തഫ്സീർ പറയുമ്പോ പറയാം. അതുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം. അപ്പൊ ഇല്ലാ തസ്രിഫ്, നീ തിരിച്ചു കളയുന്നില്ലെങ്കിൽ, തിരിച്ചു വിടുന്നില്ലെങ്കിൽ, അന്നി, എന്നെ തൊട്ട്, കൈദഹുന്ന, ആ സ്ത്രീകളുടെ കുതന്ത്രത്തെ. അല്ലാഹുവേ, ആ സ്ത്രീകളുടെ കുതന്ത്രത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തുന്നില്ലെങ്കിൽ, അതർത്ഥം. ഇല്ലെങ്കിൽ അസ്ബു, അസ്ബു, ഞാൻ ചാഞ്ഞു പോകും. അസ്ബു, ഞാൻ ചാഞ്ഞു പോകും. ചായ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, അടുക്കുക. ഇലൈഹിന്ന, അവരിലേക്ക്, ആ പെണ്ണുങ്ങളിലേക്ക്. നോക്കിയ പ്രവാചകന്റെ വാക്കാട്ടോ. അല്ലാഹു നമ്മളെല്ലാം ജീവിതം പരിശുദ്ധമാക്കാൻ തൗഫീഖ് നസീബാക്കി തരും. അസ്ബു, ഞാൻ ചാഞ്ഞു പോകും. ഇലൈഹിന്ന, അവരിലേക്ക്, ആ പെണ്ണുങ്ങളിലേക്ക്. നീ എന്നെ രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിൽ റബ്ബേ, ഞാൻ ഒരു മനുഷ്യനാണ്, അബദ്ധത്തിൽ പെട്ടുപോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു റബ്ബേ, നീയൊന്ന് രക്ഷപ്പെടുത്തി താ അല്ലാഹ്. യൂസുഫ് നബിയുടെ ദുആ. അസ്ബു, ഞാൻ ചാഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അസ്ബു, ഞാൻ ചാഞ്ഞു പോയേക്കാം. ഇലൈഹിന്ന, അവരിലേക്ക്. വഅകുൻ, ഞാൻ ആവുകയും ചെയ്തേക്കാം. വഹദാമുത്തകല്ലിമിന്റെ സീഗയാണ് കാനയക്കോലും. ഞാൻ ആവുകയും ചെയ്തേക്കാം. എന്ത്? മിനൽ ജാഹിലീൻ, അവിവേകികളുടെ കൂട്ടത്തിൽ, അറിവില്ലാത്തവരുടെ കൂട്ടത്തിൽ, ജാഹിലീങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ, അഥവാ നിന്റെ സംരക്ഷണം ലഭിക്കാതിരിക്കുകയും ഈ മിസ്രിലെ പെണ്ണുങ്ങളുടെ ഇംഗിതത്തിന് ഞാൻ വഴങ്ങുകയും ചെയ്താൽ റബ്ബേ, ഞാൻ ജാഹിലായി പോവല്ലോ. ആ ജഹാലത്തിനെ തൊട്ട് അല്ലാഹു നമ്മളെ എല്ലാം മുസ്ലിം ഉമ്മത്തിനെ മുഴുവനും കാക്കട്ടെ. ഞാൻ എൻ്റെ ഇസ്സത്തും അഭിമാനവും എൻ്റെ പരിശുദ്ധിയും എൻ്റെ തീടും എൻ്റെ തറവാടും എൻ്റെ കുടുംബവും ഇതൊക്കെ മറക്കുന്ന ജാഹിലായി പോകുമല്ലോ റബ്ബേ, അതുകൊണ്ട് നീ എന്നെ രക്ഷപ്പെടുത്തണേ. അസ്ബു ഇലൈഹിന്ന, അവരിലേക്ക് ഞാൻ ചാഞ്ഞു പോയേക്കാം. വഅകുൻ, ഞാൻ ആവുകയും ചെയ്തേക്കാം. മിനൽ ജാഹിലീൻ, അവിവേകികളുടെ കൂട്ടത്തിൽ. ഒന്നുകൂടെ നോക്കിക്കോളൂ. ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി, എന്റെ റബ്ബേ, അസ്സിജ്നു, ജയിൽ, അഹബ്ബു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്നു. ഇലയ്യ, എനിക്ക്. അഹബ്ബു, ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്നു. ഇലയ്യ, എനിക്ക്. മിമ്മ, ഒന്നിനേക്കാൾ. യദുഊനനി, അവർ എന്നെ വിളിക്കുന്നു. ഇലൈഹി, അതിലേക്ക്. ആ ഒന്നിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ജയിലാകുന്നു. വഇല്ലാ തസ്രിഫ്, ഇനി നീ തിരിച്ചു വിടുന്നില്ലെങ്കിൽ, അന്നീ, എന്നെ തൊട്ട്, കൈദഹുന്ന, ആ പെണ്ണുങ്ങളുടെ കുതന്ത്രത്തെ,
അസ്ബു ഞാൻ ചാഞ്ഞു പോയേക്കാം ഇലൈഹിന്ന ആ പെണ്ണുങ്ങളിലേക്ക്, ഞാനായി പോവുകയും ചെയ്തേക്കാം മിനൽ ജാഹിലീൻ അവിവേകികളുടെ കൂട്ടത്തിൽ, വിവരമില്ലാത്തവരുടെ കൂട്ടത്തിൽ. യൂസുഫ് നബി അലൈഹിസ്സലാം ആ ഒരു സന്ദർഭത്തിൽ നിന്നും രക്ഷപ്പെടാനായി അള്ളാഹുവിനോട് കാവൽ തേടുന്നു. ഇതാണ് ആയത്തിന്റെ അർത്ഥം. അവൻ അഥവാ യൂസുഫ് പറഞ്ഞു, എന്റെ രക്ഷിതാവേ, എന്റെ റബ്ബേ, ഇവർ എന്നെ ഏതൊന്നിലേക്ക് ക്ഷണിക്കുന്നുവോ അതിനേക്കാളും എനിക്ക് കൂടുതൽ പ്രിയപ്പെട്ടത് ചെയ്താകുന്നു. ഇവരുടെ കുതന്ത്രം എന്നെ വിട്ട് നീ തിരിച്ചു കളയാത്ത പക്ഷം ഞാൻ അവരിലേക്ക് ചാഞ്ഞു പോയേക്കും. അങ്ങനെ ഞാൻ അവിവേകികളുടെ കൂട്ടത്തിൽ ആയിപ്പോവുകയും ചെയ്യും. അതുകൊണ്ട് റബ്ബേ എന്നെ കാക്കണേ. വലിയ മാതൃകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ ദുആവും ഈ ഒരു സാഹചര്യവും സന്ദർഭവും സൂറത്ത് യൂസുഫിൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖിയാമത്ത് നാൾ വരെയുള്ള വിശ്വാസികളെ കേൾപ്പിക്കുന്നത് അവർക്കുള്ള വലിയ ഒരു നസീഹത്താണ്. അഥവാ നിങ്ങൾ ആരെങ്കിലും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പെട്ടുപോയാൽ, ഞാൻ പെടൂല നീ പെടൂല എന്ന് ആർക്കും ഒരാളെ പറ്റിയും സ്വന്തത്തെ പറ്റിയും പറയാൻ സാധ്യമല്ല. കാരണം എല്ലാം അള്ളാഹുവിന്റെ കയ്യിലാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു പോയാൽ ഉടനടി സംരക്ഷണം നൽകേണ്ടവനായ, നഫ്സിന്റെ തസ്കിയത്ത് നൽകേണ്ടവരാരാണോ അവനോട് യൂസുഫ് നബി കാവൽ തേടിയതുപോലെ കാവൽ തേടിക്കൊള്ളണം. അത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. മനസ്സിലായോ? കാരണം ഒരു ഭാഗത്ത് നഫ്സിന്റെ സുഖം, നഫ്സിന്റെ രസം, നഫ്സിന്റെ കുളിർമ, മറുഭാഗത്ത് അല്ലാഹു എന്ന റബ്ബിന്റെ ഭയം, പേടി, അവനോടുള്ള കൂറ്, ആത്മാർത്ഥത, അങ്ങേയറ്റത്തെ സ്നേഹം, ഇഷ്ടം, പരിഗണന, രണ്ടിന്റെയും ഇടയിലാണ് ഇപ്പൊ മനുഷ്യൻ. അവന് വെറുക്കപ്പെട്ട സംഗതിയിലേക്ക് പോയി അള്ളാഹുവിന്റെ അതൃപ്തി ലഭിക്കുന്നതിനെ തൊട്ട് ഭയമുണ്ട്. ഉടനെ തന്നെ അവൻ അവന്റെ റബ്ബിനോട് കാവൽ തേടുന്നു. റബ്ബേ, ഈ അവസ്ഥയിൽ ഷെറിൽപ്പെട്ടു പോവാതെ നീ എന്നെ കാത്തു കൊള്ളണമേ. ആ ദുആ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. കാരണം എന്താ അറിയോ? ആ അടിമ അവിടെ നഫ്സിനെ പരിഗണിക്കുന്നില്ല. നഫ്സിന്റെ രസങ്ങളെ, സുഖങ്ങളെ പരിഗണിക്കാതെ അള്ളാഹുവിനോടുള്ള ഖൗഫിനെ പരിഗണിക്കൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതിയാണ്. അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. ശരി, അതിന്റെ തിലാവത്ത് ശ്രദ്ധിച്ചോളൂ. ഖാല റബ്ബി, ഖാല ഖാഫാണ്, കാഫല്ല. ഖാല റബ്ബി, റാ മഫ്തൂഹ്, തഫ്ഖീം ചെയ്യണം. ഖാല റബ്ബി, ഖാല റബ്ബി സിജ്നു, അസ്സിജ്നു ആണ്. പക്ഷെ ചേർത്ത് ഓതുമ്പം ആ അലിഫ് എന്താവും? ഹംസ സൈലന്റ് ആവും. അപ്പൊ എങ്ങനെ പറയണം? റബ്ബി സിജ്. അതെ, അതിനുശേഷമുള്ള ജീം ഖൽഖലയാണ്, സാക്കിനാണ്. ഫുൾ സുക്കൂൻ കൊടുത്തി അമർത്തി പറയുക. ഖാല റബ്ബി സിജ്, ഖാല റബ്ബി സിജ്നു. പിന്നെ എങ്ങനെ പറയൂല? ഖാല റബ്ബി സിജ്നു എന്ന് പറയില്ല. ഖാല റബ്ബി സിജ്നു, സിജ്നു അഹബ്ബു ഇലയ്യ. അഹബ്ബു, ഹ ശ്രദ്ധിക്കാനുള്ള അക്ഷരമാണ്. അത് കഴിഞ്ഞ് ബാഇന് ശദ്ദുണ്ട്, ഉന്നയോടെ പറയണം, അല്ലെങ്കിൽ കട്ടി കൂട്ടണം. ഖാല റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ, അഹബ്ബു ഇലയ്യ, അഹബ്ബു ഇലയ്യ. ഖാല റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മ. അവിടെ എന്താ ശ്രദ്ധിക്കാനുള്ളത്? ഞാൻ പറഞ്ഞോളി. മിമ്മ, രണ്ട് നിയമങ്ങളുണ്ട്. ഏതൊക്കെയാ? അതെ, മീം ഉന്ന. ഒന്ന് മീമിന് ശദ്ദുണ്ട്, മറ്റൊന്ന് ഇദ്ഗാം ബിഗുന്ന ഉണ്ട്. അവിടെ മിൻ മ എന്നാണ് ശരിക്കും. സാക്കിനായ നൂന് ശേഷം മീം വന്നത്. അതിലെന്ത് ചെയ്തു? ചേർത്തിട്ട് മ ആക്കിട്ട് പറഞ്ഞതാണ്. മിമ്മ, മിമ്മ. ഖാല റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മ യദ്ഊനനി. എന്താ ശ്രദ്ധിക്കാനുള്ളത്? ഒരക്ഷരവും ഒരു നിയമമുണ്ട്. ആ ഖൽഖല. നഅം, അഹ്സൻത്. യദ്ഉ, യദ്ഉ, യദ്ഉ എന്നല്ല, യദ്ഉ, യദ്ഉ ഖൽഖല.
قال رب السجن أحب إلي مما يدعونني يدعو പിന്നെ ദാലിന് ശേഷമുള്ള ഐനും ശ്രദ്ധിക്കാനുള്ളതാണ്. യദ്ഊനനി ഇലൈഹി എന്താ നിയമം? മദ് മുൻഫസിലാണ്. ഒന്നുകിൽ യദ്ഊനനി ഇലൈഹി നീട്ടാതെ ഓതാം, ശരിയാണ് സംഭവം, അനുവദനീയമാണ്. അല്ലെങ്കിൽ യദ്ഊനനി ഇലൈഹി. ഓക്കെ, മദ് മുൻഫസിൽ, മദ്ദിന്റെ അക്ഷരമായ അതിനു ശേഷം അടുത്ത കലിമത്തിൽ ഹംസ വന്നതുകൊണ്ട് മദ് മുൻഫസിൽ. നഅം. പിന്നെയോ അവിടെ ഇലൈഹി എന്നെടുത്ത് വഖഫ് ചെയ്യാം, ചെയ്യാതിരിക്കാം. സുല എന്ന് പറഞ്ഞാൽ ചേർത്തി ഓതലാണ് ഉത്തമം. ഇനി നിർത്തണമെങ്കിൽ നിർത്താം, പ്രശ്നമില്ല. നിർത്തുകയാണെങ്കിൽ അല്ല, ചേർത്തി ഓതുകയാണെങ്കിൽ എങ്ങനെ ഓതും? അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി വ ഇല്ല, അങ്ങനെ പോകും. നിർത്തിയാൽ ഇലൈഹി എന്നല്ല, ഇലൈഹി എന്നുമല്ല, ഇലൈഹി. എന്തായിരിക്കും കാരണം അങ്ങനെ നീട്ടി നിർത്താൻ? പറഞ്ഞോളി. മദ് ആരിൽ സുകൂൻ. അഹ്സൻത്, ബറകല്ലാഹു ഫീക്. നഅം, ഇലൈഹി അങ്ങനെ വേണം വഖഫ് ചെയ്യാൻ. ഒന്നുകൂടെ. ഖാല റബ്ബിസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി വഇല്ലാ തസ്രിഫ് ആദ്യത്ത പിന്നെ സാദ്. وإلا تصرف عن وإلا صادنا هاف سكونان بين را مكسور ترقيق. نعم، تصرف ان لا تصري وإلا تصرف عني. അവിടെ ഫ പറയുമ്പോൾ മുകളിലത്തെ മുമ്പിലെ താഴ്ഭാഗം താഴത്തെ ചുണ്ടിന്റെ നനമുള്ള ഭാഗത്ത് തട്ടിച്ച് ഹാഫ് സുക്കൂൻ. അതായത് വഇല്ലാ തസ്രിഫ് അന്നി അങ്ങനെ ഓതുന്ന ആൾക്കാരുണ്ട്, ശരിയല്ല. വഇല്ലാ തസ്രിഫ് അന്നി, തസ്രിഫ് അ. ഓക്കെ, പിന്നെ അന്നി നൂന് ശദ്ദുണ്ട്, ഗുന്ന. വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന, അവിടെയും നൂന് ശദ്ദുണ്ട്, ഗുന്ന. وإلا تصرف عني كيدهن أصب إليهن. أصب صاد ശ്രദ്ധിക്കണം. أصب إليهن وأكن. എന്താ നിയമം? സാക്കിനായ നൂന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം ബിഗുന്ന ചെയ്യണം. അഹ്സൻത് ഹബീബ്, അഹ്സൻത്. ഇദ്ഗാം ബിഗുന്ന, മണിച്ച് ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കണം. വഅകും മിനൽ ജാഹിലീൻ, മദ് ആരിദ്. ഒന്നുകൂടെ. ഖാല റബ്ബിസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി وإلا تصرف عني كيدهن أصب إليهن وأكن من الجاهلين. ഇതാണ് ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. ഞാൻ ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റഹ്മഹുള്ളയും ഇബ്നു കസീർ റഹ്മഹുള്ളയും ഒക്കെ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അതിലൊന്ന്, അദ്ദേഹം യൂസുഫ് നബി അലൈഹിസ്സലാം അങ്ങേയറ്റത്തെ മുഅ്മിനാണ്. ഈമാൻ ഹൃദയത്തിന്റെ ഉള്ളിൽ അരക്കിട്ടുറപ്പിച്ച മഹാനാണ്, പരിശുദ്ധനാണ്. അതുകൊണ്ട് തന്നെ നഫ്സ് തെറ്റിലേക്ക് അകപ്പെടുമെന്ന് തോന്നിയ ആ സമയത്ത് തന്നെ റബ്ബുൽ ഇസ്സത്തിനോട് കാവൽ തേടി പൂർണ്ണമായും ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, റബ്ബി അസ്സിജ്നു അഹബ്ബു ഇലയ്യ,
ജയിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. ഐ അസ്ഹലു അലയ്യ വഅഹ്വനു മിനൽ വുഖൂഇ ഫിൽ മഅസിയ. ഒരു വലിയ പാപത്തിൽ, ഒരു വലിയ തെറ്റിൽ അകപ്പെട്ടു പോകുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പം ജയിൽവാസിയാവലും ജയിലിന്റെ വിഷമകതകൾ അനുഭവിക്കലും ആണ്. കാരണം എന്താ? ജയിലിലെ പ്രയാസം സ്വാഭാവികം. ജയിലിന്റെ പ്രയാസം എനിക്ക് ജയിലിൽ മാത്രമേ അനുഭവിക്കേണ്ടി വരുള്ളൂ. പക്ഷേ അഥവാ ഞാൻ അത് പേടിച്ച് മഅസിയത്തിൽ എങ്ങാനും പെട്ടുപോയാൽ മഅസിയത്തിന്റെ ഒരു താൽക്കാലിക സുഖം ദുനിയാവിനുണ്ടാവും, ആഖിറത്തിൽ ഒരിക്കലും ഒരു രസവും കിട്ടൂല. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. നസുഹായ തൗബക്ക് അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. എല്ലാവർക്കും ജീവിതം ശുദ്ധമാക്കണം, ജീവിതം ക്ലിയർ ആക്കണം. ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ റംല ബിൻത് അബി സുഫിയാൻ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ, എന്താ അവരുടെ പ്രത്യേകത ഒന്ന് പറഞ്ഞേ, പറഞ്ഞ്. ഉമ്മു ഹബീബയുടെ പ്രധാനപ്പെട്ട 2 പ്രത്യേകതകൾ പറയുക. റംല ബിൻത് അബി സുഫിയാൻ, അബൂ സുഫിയാൻ, എന്താണ് 2 പ്രത്യേകത? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യാബന്ധം അലങ്കരിക്കാൻ ഭാഗ്യം കിട്ടിയ മഹതിയാണ്. 2, അതുകൊണ്ട് തന്നെ നമ്മളുടെ ഉമ്മയാണ്. അതെ, നബിയുടെ ഭാര്യ. മറ്റൊന്ന് നമ്മുടെ ഉമ്മയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിര്യാണത്തിന്, വഫാത്തിന് ശേഷം ഒരിക്കലും ഒരാൾക്കും അവിടുത്തെ ഭാര്യമാരെ വിവാഹം കഴിക്കാൻ അനുവാദമില്ല. കാരണം നാം നമ്മുടെ ഉമ്മാനെ എങ്ങനെ കാണുന്നു അതുപോലെ കാണപ്പെടേണ്ടവരാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാർ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ വെച്ച് ബൈഅത്ത് നടക്കുന്നു. കുറെ സ്ത്രീകളുണ്ട്. അപ്പൊ റസൂലുള്ളാഹി തങ്ങളുമായിട്ടുള്ള ഒരു കരാറിൽ അവർ ഒപ്പുവെക്കുകയാണ്. അപ്പൊ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു. നിങ്ങൾ ശിർക്ക് ചെയ്യാൻ പാടില്ല, കക്കാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? ബൈഅത്ത് ചെയ്യാണ്. ഈ വ്യഭിചരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പം ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അവ തസ്നിൽ ഹുർറു യാ റസൂലല്ലാഹ്, സ്വതന്ത്രയായ തറവാട്ടിൽ പിറന്ന കുടുംബിനി വ്യഭിചരിക്കുമോ? അത് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല, അത് അവരുടെ ഫിക്റിൽ വരുന്നില്ല, അവർക്കത് സങ്കല്പിക്കാൻ സാധിക്കുന്നില്ല. അത്ര പരിശുദ്ധവതിയായിരുന്നു ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനത്തെ കുടുംബത്തിന്റെ കല്യാണം കഴിക്കുള്ളൂ, അത് വേറെ വിഷയം. അവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് ഉപ്പ അബൂ സുഫിയാൻ കയറി വന്നപ്പോൾ തന്റെ ഭർത്താവ് ഇരിക്കുന്ന ഇരിപ്പിടം ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ മടക്കി വെച്ചു. എന്നിട്ട് ഉപ്പാനെ അതിനപ്പുറത്തിരുത്തി. ഉപ്പ ചോദിച്ചു മോനോട്, മോളെ, നിന്റെ ഉപ്പാക്ക് ആ വിരിപ്പിൽ അല്ലെങ്കിൽ ആ ഒരു കാർപ്പറ്റിൽ ഇരിക്കാൻ ഉള്ള അർഹത ഇല്ലാത്തത് കൊണ്ടാണോ, അതല്ല അത് അല്ലാഹുവിന്റെ റസൂലിൻ്റെതായത് കൊണ്ടാണോ, എന്താ മോളെ നീ മടക്കി വെച്ചത്? ഹബീബ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഉപ്പാ, നിങ്ങളിപ്പോ മുശ്രിക്കാണ്, നജസാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന വിരിപ്പിൽ ഇരിക്കാൻ അങ്ങക്ക് അർഹതയില്ല, അതുകൊണ്ടാണ് ഞാൻ മടക്കി വെച്ചത്. ഹബീബ റളിയല്ലാഹു അൻഹ ഖൈർ. അങ്ങനെ പരിശുദ്ധമാവണം ജീവിതം. തെറ്റുകൾ, അബദ്ധങ്ങൾ മനുഷ്യന്മാർക്ക് സംഭവിക്കും, സ്വാഭാവിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്ത ആരാണ് പരിശുദ്ധാത്മാക്കളായി ദുനിയാവിലുള്ളതില്ല. ബനു ആദം ഖത്താഊൻ, ആദം സന്തതികൾ തെറ്റുകാരാണ്. വഖൈറുൽ ഖത്താഈൻ അത്തവ്വാബൂൻ, എന്നാൽ തെറ്റുകാരായ ആളുകളിൽ ഏറ്റവും ഖൈറാരാണ്? തൗബ ചെയ്യുന്നവരാണ്. തൗബ എപ്പോഴാണ് ഉണ്ടാവുക? ചെയ്ത തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു. അപ്പൊ അള്ളാഹിനോട് പറയാം, അള്ളാഹുവേ, ഞാൻ മടങ്ങൂല, ആവർത്തിക്കൂല, എനിക്ക് ചെയ്ത് മാപ്പാക്കി തരണം. അള്ളാഹു എന്താ പറഞ്ഞതെന്നറിയോ? അങ്ങനെ ആരെങ്കിലും അള്ളാഹുവിനോട് ചെയ്ത തെറ്റിൽ നിന്ന് തൗബ ചെയ്തു മടങ്ങാൻ തയ്യാറായാൽ അവൻ അള്ളാഹുവിനെ പൊറുക്കുന്നവനും റഹ്മത്ത് ചെയ്യുന്നവനുമായി എത്തിക്കുന്നതാണ്. ജീവിതം ശുദ്ധമാക്കണം പ്രിയപ്പെട്ടവരെ.
നമ്മുടെ ജീവിതത്തിന്റെ സാമ്പത്തിക മേഖല, അതേപോലെ ലൈംഗിക മേഖല, സ്വഭാവ മേഖല, ഇതെല്ലാം പ്രിയപ്പെട്ടവരെ ക്ലിയർ ആവണം. ആഖിറത്തിലേക്ക് നടന്നെടുക്കുന്നവരാണ് നമ്മൾ. ഫഫിറു ഇലല്ലാഹ്, ഫഫിറു ഇലല്ലാഹ്. ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു അറബിയില്. അതിലെന്താ കൊടുത്തിരിക്കുന്നത് അറിയോ? റോഡുകളിൽ മുഴുവൻ ക്യാമറകളാണ്. നിങ്ങളുടെ വാഹനം ഓരോ റോഡിലും നിശ്ചയിക്കപ്പെട്ട സ്പീഡിൽ മാത്രം നിങ്ങൾ ഓടിക്കുക, ഡ്രൈവ് ചെയ്യുക. ക്യാമറ നിങ്ങളെ പിടിക്കും, ഫൈൻ അടക്കേണ്ടി വരും. അതിന്റെ താഴെ എന്നാൽ നിങ്ങൾ റബ്ബായ അള്ളാഹുവിലേക്കുള്ള ഓട്ടത്തിന് ഒരു ക്യാമറയും ഇല്ല, നിശ്ചിത സ്പീഡും ഇല്ല. നിങ്ങൾക്ക് എത്രത്തോളം സ്പീഡാക്കാൻ പറ്റുമോ അത്രത്തോളം സ്പീഡാക്കിക്കോളെ. അത് ഞാൻ ഷെയർ ചെയ്തു. സൂപ്പർ അല്ലേ? എങ്ങനെ നിങ്ങളെ വാഹനം നിങ്ങളുടെ നാട്ടിലുള്ള റോഡിൽ ഓടുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ സ്പീഡ് കൺട്രോൾ ചെയ്യണം. ക്യാമറയുണ്ട്, ഫൈൻ വരും. എന്നാൽ അള്ളാഹുവിലേക്കുള്ള ഓട്ടത്തിന് ക്യാമറയും ഇല്ല, സ്പീഡ് കൺട്രോളും ഇല്ല, ഒരു നിശ്ചിത സ്പീഡ് പറയപ്പെട്ടിട്ടില്ല. എത്ര സ്പീഡിൽ ഓടാൻ പറ്റുമോ അത്ര സ്പീഡിൽ ഓടണം. ഫഫിറു ഇലല്ലാഹ്, ഫഫിറു ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് നിങ്ങൾ ഓടി. അള്ളാഹു ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നസീബാക്കി തരട്ടെ. ആരെ പോലെ? നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന യൂസുഫിനെ പോലെ. വ്യക്തിപരമായിട്ടെല്ലാം ഉണ്ട്. സൗന്ദര്യത്തിന്റെ നേർപകുതി മിശ്രിലെ സുന്ദരികൾ അവരവരുടെ കൈകൾ ആ സൗന്ദര്യം കണ്ട് കുറിച്ചിട്ടുണ്ടെങ്കിൽ അതുണ്ട് യൂസുഫിന്. യൂസുഫിനെ തെറ്റിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് ഇംറഅത്തുൽ അസീസ് എന്ന കൊട്ടാരത്തിലെ റാണിയാണ്. പക്ഷേ യൂസുഫ് ഓടി അള്ളാഹുവിലേക്ക്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയാണ്, അള്ളാഹുവേ, ഈ നാട്ടിൽ മഅസിയത്തിൽ, ദുനിയാവിൽ പാപത്തിൽ അകപ്പെട്ടു പോകുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും നല്ലത് ജയിൽവാസമാണ് റബ്ബേ. യഥാർത്ഥത്തിൽ ജയിൽവാസി ആവുക എന്നത് യൂസുഫ് നബിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഗതി ആയതുകൊണ്ട്, ഒരു ജയിൽ പുള്ളി എന്ന് പറയുമ്പോൾ നല്ല കാര്യമല്ലല്ലോ. ഒരു ജയിൽ പുള്ളി എന്ന് പറയുമ്പോൾ അയാൾ ജയിലിൽ കടന്നു വന്ന് മരിക്കുന്നവരെ ചിലപ്പോ ആ പേര് അങ്ങനെ തന്നെ ഉണ്ടാവൂലേ? അല്ല, നമ്മളെ മറ്റേയാളില്ലേ, ആര് അല്ല അന്ന് ആ ജയിലിൽ കിടന്ന ആള് എന്നേ ആൾക്കാർ പറയുള്ളൂ. ആ പേര് പിന്നെ തേച്ചാലും മാറ്റാലും പോവില്ല. അതുകൊണ്ട് അത് ഇഷ്ടപ്പെടുന്ന സംഗതിയൊന്നും അല്ല. എന്നാൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സാഹചര്യം അതാണ്. ഇവിടെ അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജയിലാണ്. എന്തിനേക്കാൾ? ഒരു വലിയ പാപത്തിൽ ചെന്ന് പതിക്കുന്നതിനേക്കാൾ. വഹുകിയ അന്ന യൂസുഫ് അലൈഹിസ്സലാം ലമ്മ ഖാല അസ്ജിനു അഹബ്ബു ഇലൈ. യൂസുഫ് അലൈഹിസ്സലാം എനിക്ക് ജയിലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞ സമയത്ത് ഔഹല്ലാഹു ഇലൈ, അല്ലാഹു വഹി അറിയിച്ചു, യാ യൂസുഫ് അൻത ഹബസ്ത നഫ്സക ഹൈസു ഖുൽത അസ്ജിനു അഹബ്ബു ഇലൈ. ജയിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നീ നിന്റെ നഫ്സിനെ ഇതാ തടവിലാക്കിയിരിക്കുന്നു. വലൗ ഖുൽത അൽ ആഫിയതു അഹബ്ബു ഇലയ്യ ലഉഫീത്. യൂസുഫേ, ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി എന്നെ ഒന്ന് സുഖപ്പെടുത്തണം, റാഹത്തിലാക്കണം, രക്ഷപ്പെടുത്തണം എന്നാണ് നീ പറഞ്ഞിരുന്നതെങ്കിൽ ഞാൻ പല വഴിയിലൂടെയും നിന്നെ രക്ഷപ്പെടുത്തുമായിരുന്നു. പക്ഷെ നീ എന്ത് ചെയ്തു? ജയിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞ് നീ നിന്നെ തന്നെ ജയിൽ പുള്ളിയാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു വഹി അറിയിച്ചു എന്ന് ഖുർത്തുബി റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്നതായിട്ട് കാണാം. അല്ലാഹു അഅലം. എന്തായാലും അദ്ദേഹം ജയിലിൽ പോവാൻ തയ്യാറായി. എന്തിനേക്കാൾ? അവർ എന്നെ ഏതൊന്നിനേക്കാണോ വിളിക്കുന്നത് അതിനേക്കാൾ. അതെന്താണ്? വിചാരമാണ്. എന്താ പറഞ്ഞത്? നോക്കിയ മിമ്മ യദുഊനനി, അവർ എന്നെ വിളിക്കുന്നതിനേക്കാൾ. ഏത് ഈ അവർ? ഇംറഅത്തുൽ അസീസ് മാത്രമല്ലേ വിളിച്ചിട്ടുള്ളൂ, പിന്നെ എങ്ങനെ അവരായി? ഇവിടെ രണ്ടർത്ഥങ്ങൾ കാണാം തഫ്സീറിന്റെ കിതാബുകൾ. ഒന്ന്, ഇംറഅത്തുൽ അസീസ് തെറ്റ് ചെയ്തെങ്കിലും ആള് അസീസിന്റെ ഭാര്യയാണ്, മന്ത്രിയുടെ ഭാര്യയാണ്. അപ്പൊ അവരുടെ സ്ഥാന ബഹുമതി പരിഗണിച്ചുകൊണ്ട് ബഹുവചനത്തിന്റെ സീത ഉപയോഗിച്ചതാണ്. നമ്മൾ നീ എന്ന് പറയുന്നതും നിങ്ങൾ എന്ന് പറയുന്നതും അവൻ എന്നും അവര് എന്ന് പറയുന്നതും വ്യത്യസ്തമല്ലേ? ഇപ്പൊ ഓറ്, കണ്ണൂരുകാരൊക്കെ ഓറ് എന്ന് പറയില്ല. ഓറ് ആരെയാ പറയാ? ഒരാളെ ഉണ്ടാവും. പക്ഷെ ഓറ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അയാളെ ബഹുമാനിച്ചിട്ടാണ്. ഇവിടെ ഒരു പാഠമുണ്ട്. എന്താ അറിയോ? ഇംറഅത്തുൽ അസീസ് തെറ്റുകാരിയാണ്, എന്നാലും പ്രതിപക്ഷ ബഹുമാനം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു സ്വഭാവത്തിൽപ്പെട്ടതാണ്. നമുക്കോ ഒരുത്തന്റെ ഒരു തെറ്റ് കിട്ടിയാ പോരെ, പിന്നെ ഓനില്ലാത്ത തെറ്റില്ല.
പിന്നെ അവനെ ചവിട്ടി താഴ്ത്തി മെതിച്ച് ഒന്നുമല്ലാണ്ടാക്കി ആകെ നാണക്കേടിലാക്കി പരിഹസിച്ച്. തെറ്റാർക്കും സംഭവിക്കാം. ഇന്ന് അയാൾക്ക് സംഭവിച്ച തെറ്റ് നാളെ നിങ്ങൾക്ക് സംഭവിച്ചേക്കാം. എന്താ ആയിക്കൂടെ? വലാ തുസക്കൂ അൻഫുസക്കും, ആരും ആരെയും സ്വന്തം നന്നാക്കണ്ടാൻ അല്ല പറയാ. എനിക്കത് പറ്റൂല, എനിക്കങ്ങനെ പറ്റൂല, എനിക്കിങ്ങനെ പറ്റൂല എന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കണ്ട. ആർക്കും എന്തും സംഭവിച്ചേക്കാം. നിങ്ങൾ അത് സംഭവിക്കാതിരിക്കാൻ നിങ്ങളെ റബ്ബിനെ ഖദറിന്റെ ഉടമസ്ഥനെ മുറുക്കി പിടിച്ചോ, ചോദിച്ചോ. അല്ലാണ്ടത് വന്ന് പറ്റിപ്പോയവനെ കൂടുതൽ അപമാനിക്കൽ, പരിഹസിക്കൽ, ഒറ്റപ്പെടുത്തൽ. ഇവിടെ അള്ളാഹു പ്രതിപക്ഷ ബഹുമാനം നോക്കിയിട്ട് അവളെ എന്ന് പറയാതെ, അങ്ങനെ അവൾ എന്നെ വിളിച്ചെന്ന് പറയാതെ, അവർ എന്നെ എങ്ങനെ എന്തിലേക്ക് വിളിക്കുന്നുവോ എന്ന് ബഹുവചനത്തിന്റെ സീഗ പറഞ്ഞു എന്ന് കാണാം. ഒരർത്ഥം. മറ്റൊരർത്ഥത്തിൽ ഇംറഅത്തുൽ അസീസ് വേലക്കാരനെ പ്രേമിച്ചു എന്ന് നാട്ടിൽ പാട്ടാക്കിയ പെണ്ണുങ്ങളെയാണല്ലോ ഇംറഅത്തുൽ അസീസ് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. യൂസുഫിനെ കാണുമ്പോഴോ ഇവർക്ക് പിന്നെ യൂസുഫിനെ വേണമെന്നായി. അവരെന്താ ചെയ്തെന്നറിയോ? ഇംറഅത്തുൽ അസീസ്, പെണ്ണുങ്ങളെ കുതന്ത്രം, സ്ത്രീകളുടെ കുതന്ത്രം. ഇംറഅത്തുൽ അസീസിനോട് അവര് പറയാണ്, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ യൂസുഫിനോട് സംസാരിക്കാം. നമ്മൾ ഓരോരുത്തരായി യൂസുഫിനോട് സംസാരിച്ച് നിങ്ങളുടെ ആഗ്രഹത്തിന് വഴിപ്പെടാൻ സമ്മതിപ്പിക്കാം. അതുകൊണ്ട് എന്താക്ക്, ഒന്ന് യൂസുഫിനെ ഓരോരുത്തർക്കായിട്ട് വിട്ടുതരും, ഓരോരുത്തരും യൂസുഫിനോട് സംസാരിക്കട്ടെ. ഇന്ന കൈദകുന്ന അദീം, ആയത്ത് കഴിഞ്ഞില്ലേ മുമ്പ്? ഇന്ന കൈദകുന്ന അദീം. ഇംറഅത്തുൽ അസീസ് ആഗ്രഹിച്ചു നിൽക്കല്ലേ, എന്നാ പിന്നെ അതൊരു ചാൻസ് ആയിരിക്കും അല്ലേ, എന്നാ പിന്നെ ഓരോരുത്തരായിട്ട് പോയിട്ട് സംസാരിച്ച് റെഡിയാക്കിയിട്ട് വാ. ഇംറഅത്തുൽ അസീസ് വിട്ടു. അങ്ങനെ ഓരോ പെണ്ണുങ്ങളും യൂസുഫിനോട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ വേണ്ടിട്ട് പോയി. എന്നിട്ട് എന്താ പറയാന്നറിയോ? യാ യൂസുഫ്, നീ എന്റെ ആവശ്യം പൂർത്തിയാക്കിത്ത, നിന്റെ അസീസിന്റെ, നിന്റെ യജമാനന്റെ ഭാര്യയെക്കാളും നല്ലത് ഞാനാ. ഓരോരുത്തരും അവരവരുടെ ഇംഗിതത്തിന് വേണ്ടി യൂസുഫിനെ വിളിക്കുകയും വശീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഫഖാൽ, യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, യാ റബ്ബി കാനത് വാഹിദതൻ ഫസിർന ജമാഅത്തൻ. അല്ലാഹുവേ, എന്തൊരു പരീക്ഷണമാണ്. ഒരാളെ ഉണ്ടായിട്ടു, ഇംറഅത്തുൽ അസീസ് മാത്രമേ ഉണ്ടായിട്ടു. വകാനത് ജമാഅ, ഇപ്പോഴോ ഒരു കൂട്ടം പെണ്ണുങ്ങളായി. അതാണ് അദ്ദേഹം പറഞ്ഞത്, മിമ്മാ യദ്ഊനനി ഇലൈഹി. ഇനി അവരെല്ലാരും കൂടി എന്നെ തെറ്റിലേക്ക് വിളിക്കാൻ ഇനി എന്ത് ചെയ്യണം? എനിക്ക് പറ്റൂല, അതിനേക്കാൾ എനിക്ക് നല്ലത് ജയില് തന്നെയാണ് എന്ന്. ശരി, അതുകൊണ്ട് നീ എന്നെ രക്ഷപ്പെടുത്തിത്ത. മാത്രമല്ല പറഞ്ഞത്, ഇനി അവരുടെ ഈ കുതന്ത്രങ്ങളിൽ നിന്ന് നീ എന്നെ തൊട്ട് ആ കുതന്ത്രങ്ങളെ തിരിച്ചു വിട്ടിട്ടില്ലെങ്കിൽ നോക്കി ഞാൻ പെട്ടുപോകാൻ ചാൻസ് ഉണ്ട്. പ്രവാചകന്റെ വാക്കാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്യരായ സ്ത്രീ പുരുഷന്മാർ ഒരു സ്ഥലത്ത് ഒറ്റപ്പെടുന്നില്ല. വസാലിസുഹുമാ അശ്ശൈത്താൻ. മൂന്നാമത് അവിടെ ആരുണ്ടാവും? ശൈത്താൻ ഉണ്ടാവും. അത് സ്കൂളിലായാലും കോളേജിലായാലും വീട്ടിലായാലും പുറത്തായാലും ഷോപ്പിംഗ് മാളിലായാലും കാറിലായാലും എവിടെയായാലും. അല്ലാഹു കാക്കട്ടെ. നമ്മൾ പറയുമ്പോ നമുക്ക് അങ്ങനെ ഒന്നും വരൂല, നമുക്ക് അങ്ങനത്തെ ചിന്തയൊന്നും ഉണ്ടാവൂല. നമ്മൾ അങ്ങനെ 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 വസാലിസുഹുമാ അശ്ശൈത്താൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിന്റെ നാവിലൂടെ പറഞ്ഞു, മൂന്നാമതായിട്ട് അവിടെ ശൈത്താൻ വരും. അതുകൊണ്ടാണ് ഇഖ്തിലാത്തിനെ ബഹുമാനപ്പെട്ട ഉലമാക്കൾ കർശനമായി നിരോധിച്ചു. അല്ലെങ്കിൽ ദീനുൽ ഇസ്ലാം ഇഖ്തിലാത്ത്, അന്യരായ ആണും പെണ്ണും കൂടിക്കലരുക, വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. യൂസുഫ് അലൈഹിസ്സലാം പറയുന്നത് അസ്ബു ഇലൈഹിന്ന, അസ്ബു ഇലൈഹിന്ന. ഇപ്പോഴത്തെ കാലത്ത് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് സംസ്കാരം ഉണ്ടല്ലോ. ചങ്ങാതി, ഏതോ പെണ്ണ് ചങ്ങാതി, ഏതോ ആണ് ചങ്ങാതി. അതപ്പോ ചോദിച്ചാൽ പറയുന്നത് ഫ്രണ്ട്ഷിപ്പ്. എന്ത് ഫ്രണ്ട്ഷിപ്പ്? എങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ്? രണ്ട് ജീൻസ് അല്ലേ? ആണൊരു ജിൻസാണ്, പെണ്ണ് വേറെ ജിൻസാണ്. ആ രണ്ടിന്റെയും ഇടയിലുള്ള ഷഹ്വത്ത് അള്ളാന്റെ സൃഷ്ടിപ്പാണ്, അത് പുറത്തു വരും. അതുകൊണ്ട് യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞ അസ്ബു ഇലൈഹിന്ന,
അവരിലേക്ക് ഞാൻ ചാഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. വാക്കും മിനൽ ജാഹിലീൻ, ഞാൻ ആ പാപം ചെയ്തു പോകുന്ന ജാഹിലീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോകാനും ചാൻസ് ഉണ്ട്. ഇബ്നു കസീർ അഹ്മദ് പറഞ്ഞു, മിമ്മൻ യർതകിബുൽ ഇസ്മ, ആ തെറ്റ് ചെയ്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. വയസ്തഹിഖു ദമ്മ, അങ്ങനെ ആക്ഷേപിക്കപ്പെടാനും നിന്ദനാവാനും ചാൻസ് ഉണ്ട്. ഔ മിമ്മൻ യഅമലു അമലൽ ജുഹാൽ, അല്ലെങ്കിൽ വിവരം കെട്ടവർ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ ചെയ്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. റബ്ബേ, അങ്ങനത്തെ അവസ്ഥയാണ്. ആരാ യൂസുഫിനെ വിളിക്കുന്ന ആൾക്കാര്? പക്ഷെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആത്മാർത്ഥമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് അങ്ങനത്തെ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താനായി ദുആ ചെയ്യുകയാണ്. ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, ഫസ്തജാബ ലഹു റബ്ബുഹു ഫസറഫ അൻഹു കൈദഹുൻ. അടുത്ത ആയത്ത്, അദ്ദേഹത്തിന്റെ ദുആ അല്ലാഹു ഖബൂൽ ചെയ്യും, അവരുടെ കുതന്ത്രങ്ങളെ അദ്ദേഹത്തെ തൊട്ട് മാറ്റിവെക്കുകയും ചെയ്തു, രക്ഷപ്പെടുത്തി. പക്ഷെ ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ച സൂക്ഷ്മതയും അദ്ദേഹത്തിന്റെ തഖ്വയും അല്ലാഹുവിനുള്ള ഭയവും സ്വന്തം ശരീരത്തോട് അതിക്രമം കാണിച്ച് നരകത്തിന്റെ അവകാശിയാവുന്നതിനെ തൊട്ടുള്ള ആ ഒരു വ്യാകുലതയും അതെനിക്കും നിങ്ങൾക്കുമുള്ള പാഠമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ് ഇങ്ങനെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സബഅത്തുൻ യുദല്ലുഹുമുല്ലാഹു ഫീ ദുല്ലിഹി യൗമ ലാ ദുല്ല ഇല്ലാ ദുല്ലു, അല്ലാഹുവിന്റെ തണൽ അല്ലാതെ വേറെ ഒരു തണലും ലഭിക്കാനില്ലാത്ത ഒരു ദിവസം 7 വിഭാഗം ആളുകൾക്ക് പ്രത്യേക തണൽ നൽകപ്പെടും. ഒന്ന് ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി. 2 വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിന്റെ ഇബാദത്തിലായി വളർന്നു വന്ന യുവാക്കൾ, യുവതികൾ. അല്ലാഹു തൗഫീഖ് തരട്ടെ. 3 വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസ്ജിദ്, പള്ളിയുമായിട്ട് ഹൃദയം കണക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ. ഇദാ ഖറജ മിൻഹു ഹത്താ യഊദ ഇലൈഹി, പള്ളിയിൽ നിന്ന് പുറത്തു വന്നാൽ പള്ളിയിലേക്ക് തിരിച്ചു പോകുന്നത് വരെ മനസ്സിന് വല്ലാത്തൊരു പ്രയാസം, അങ്ങനെ ഹൃദയം കൊണ്ട് പള്ളിയുമായിട്ട് അടുത്ത ആളുകൾ. അതേപോലെ വറജുലാനി, 2 ആളുകൾ, തഹബ്ബ ഫില്ലാഹി, അല്ലാഹുവിന് വേണ്ടി ഇഷ്ടപ്പെട്ടു. നമ്മൾ അങ്ങനെയാട്ടോ, തഹബ്ബ ഫില്ലാഹി, അല്ലാഹുവിന് വേണ്ടി ഇഷ്ടപ്പെട്ടു. ഇജ്തമഅ അലൈഹി, അല്ലാഹുവിന് വേണ്ടി ഒരുമിച്ച് കൂടി, നമ്മൾ ഇപ്പോൾ ഒരുമിച്ച് കൂടിയ പോലെ. വഫ്തറഖ അലൈഹി, അല്ലാഹുവിന് വേണ്ടി അവർ പിരിയുകയും ചെയ്തു. ക്ലാസ് കഴിഞ്ഞു, പാഠം കഴിഞ്ഞു, നമ്മൾ പിരിഞ്ഞു പോകും. വറജുലുൻ, വേറൊരാൾ, തസദ്ദഖ ബിസദഖത്തിൻ, സദഖ ചെയ്തു. ഫഅഖ്ഫാഹ, അദ്ദേഹം അതിനെ ഒളിപ്പിച്ചു മറച്ചു വെച്ചു. ഹത്താ ലാ തഅലമ ശിമാലുഹു മൻ ഫഖത് യമീനുഹു, വലത് കൈ ചെയ്തത് ഇടത് കൈ പോലും അറിയാത്ത തരത്തിൽ ഒളിപ്പിച്ചു വെച്ച ആളുകൾ. നമ്മളെ കൂട്ടത്തിൽ അങ്ങനത്തെ ചില ആളുകൾ ഉണ്ട് കേട്ടോ. നമ്മളെ കൂട്ടത്തിൽ ക്ലാസ് കേൾക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു അവർക്ക് വാരിക്കോരി കൊടുക്കട്ടെ. ദുനിയാവിനെയും ആഖിറത്തിനെയും എല്ലാ വഴികളും അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. അങ്ങനെ ചെയ്തവരുണ്ട്, ആരും അറിയാതെ വലിയ വലിയ സഹായങ്ങൾ ചെയ്ത ആളുകളുണ്ട്. അള്ളാഹു അവരുടെ ദുനിയാവിലെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കട്ടെ. അവരുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ അള്ളാഹു സഫലമാക്കി കൊടുക്കട്ടെ. വറജുലുൻ, വേറൊരാള്, ദക്കറല്ലാഹ ഖാലിയ, ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ സ്മരിച്ചു. ഫഫാദത് ഐനാഹു, അങ്ങനെ അള്ളാഹിനെ പറ്റി ഓർത്തിട്ട് കണ്ണുനീർ വാർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ. വറജുലുൻ, 7ാമത്തെ ഒരാള്, ദഅത്ഹു ഇംറഅത്തുൻ ദാതു ജമാലിൻ വമൻസിബ്, വലിയ തറവാടിത്തവും വലിയ സൗന്ദര്യവുമുള്ള കുലീനയായ ഒരു പെണ്ണ് അവനെ മോശമായ കാര്യത്തിന് വേണ്ടി വിളിച്ചു. ഫഖാൽ, അന്നേരം അയാൾ പറഞ്ഞു, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു, എനിക്ക് ആവശ്യമില്ല. അതാണ് യൂസുഫ് അലൈഹിസ്സലാം. ഒരു വലിയ സംഗതിയാ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പാഠം ഉൾക്കൊള്ളാൻ അദ്ദേഹം പറഞ്ഞു, യാ അല്ലാഹ്, അസ്ജിനു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന, അവരുടെ ആ കുതന്ത്രം എന്നെ തൊട്ട് നീ തിരിച്ചു കളഞ്ഞിട്ടില്ലെങ്കിൽ അസ്ബു ഇലൈഹിന്ന, ഞാൻ വീണ്ടും പോകാൻ ചാൻസ് ഉണ്ട്. വഅകും മിനൽ ജാഹിലീൻ, തെറ്റുകാരിൽ പെട്ടുപോകാനും ചാൻസ് ഉണ്ട്. അള്ളാഹു പറഞ്ഞു, അടുത്ത ആയത്തും കൂടി നോക്കിക്കോളൂ. فاستجاب له ربه فصرف عنه كيدهن إنه هو السميع العليم. അടുത്ത നോക്കിക്കോളൂ. ഫസ്തജാബ, ഉത്തരം നൽകി, അപ്പോൾ ഉത്തരം നൽകി. ഞാൻ അപ്പോൾ എന്ന് പറഞ്ഞത് ഫന്റെ അർത്ഥമാണ്. ഫസ്തജാബ, അപ്പോൾ ഉത്തരം നൽകി. ലഹു, അദ്ദേഹത്തിന്. ഫായില് വന്നിട്ടില്ലേ, ആരുത്തരം നൽകി എന്ന് വന്നിട്ടില്ല. ഫസ്തജാബ, ഉത്തരം, അപ്പോൾ ഉത്തരം നൽകി. ലഹു, അദ്ദേഹത്തിന്. ആര്?
റബ്ബുഹു അദ്ദേഹത്തിന്റെ റബ്ബ്. അതെ, നമ്മുടെ റബ്ബ് നമുക്ക് ഉത്തരം തരും ചോദിച്ചാൽ. റബ്ബുഹു അദ്ദേഹത്തിന്റെ റബ്ബ് അദ്ദേഹത്തിന് ഉത്തരം നൽകി. ഫസറഫ അങ്ങനെ തിരിച്ചുവിട്ടു. നേരത്തെ പറഞ്ഞു വയില്ല തസ്രിഫ് പറഞ്ഞപ്പോ മാതി പറഞ്ഞു സറഫ, അതാണ് ഇത്. ഫസറഫ അങ്ങനെ അള്ളാഹു തിരിച്ചുവിട്ടു. അൻഹു അദ്ദേഹത്തെ തൊട്ട്, കൈദഹുന്ന ആ സ്ത്രീകളുടെ കുതന്ത്രത്തെ, ആ സ്ത്രീകളുടെ തന്ത്രം അള്ളാഹു എന്ത് ചെയ്തു? അദ്ദേഹത്തെ തൊട്ട് തിരിച്ചു. ഒന്നുകൂടെ, ഫസ്തജാബ അപ്പോൾ ഉത്തരം നൽകി, ലഹു അദ്ദേഹത്തിന്, റബ്ബുഹു അദ്ദേഹത്തിന്റെ റബ്ബ്, ഫസറഫ അങ്ങനെ അവൻ തിരിച്ചുവിട്ടു, അൻഹു അദ്ദേഹത്തെ തൊട്ട്, കൈദഹുന്ന ആ പെണ്ണുങ്ങളുടെ കുതന്ത്രം. ഇന്നഹു തീർച്ചയായും അവൻ, അവൻ തന്നെ, ഇന്നഹു തീർച്ചയായും അവൻ, ഹുവ അവൻ തന്നെയാണ്, അസ്സമീഉ ഏറ്റവും നന്നായി കേൾക്കുന്നവൻ, അല്ലെങ്കിൽ എല്ലാം കേൾക്കുന്നവൻ. അടിമയുടെ ഏത് വാക്കും നാവുകൊണ്ട് പറഞ്ഞതാവട്ടെ മനസ്സിൽ ഊഹിച്ചതാവട്ടെ റബ്ബുൽ ഇസ്സത്ത് കേട്ടിരിക്കും. അസ്സമീഉ എല്ലാം കേൾക്കുന്നവൻ, അൽ അലീമു എല്ലാം അറിയുന്നവനും, എല്ലാം അറിയുന്നവനും. അപ്പോൾ അവന്റെ പ്രാർത്ഥന തന്റെ രക്ഷിതാവ് സ്വീകരിക്കുകയും അവരുടെ കുതന്ത്രം അവനിൽ നിന്ന് അവൻ തട്ടി തിരിച്ചു കളയുകയും ചെയ്തു. തീർച്ചയായും അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അത്രേ. ഫസ്തജാബ അങ്ങനെ അപ്പോൾ ഉത്തരം നൽകി, ലഹു അദ്ദേഹത്തിന്, റബ്ബുഹു അദ്ദേഹത്തിന്റെ റബ്ബ്, ഫസറഫ അൻഹു അങ്ങനെ അദ്ദേഹത്തെ തൊട്ട് തിരിച്ചു കളഞ്ഞു, കൈദഹുന്ന അവരുടെ കുതന്ത്രത്തെ, ഇന്നഹു ഹുവ തീർച്ചയായും അവൻ, അസ്സമീഉ എല്ലാം കേൾക്കുന്നവനാകുന്നു, അൽ അലീമു എല്ലാം അറിയുന്നവനും ആകുന്നു. ഒരടിമയുടെ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആഗ്രഹത്തോടെയുള്ള ചോദ്യം ദർബാറിലെത്തി അള്ളാഹു അതിനുള്ള സംവിധാനം ഉണ്ടാക്കി. നോക്കിക്കോളൂ, എങ്ങനെ ഓതാം ഇത്? فاستجاب له ربه راء تفخيم ചെയ്യണം. فاستجاب له ربه فصرف അവിടെയും صاد പിന്നെ റാ തഫ്ഖീം. فاستجاب له ربه فصرف عنه كيدهن. عنه نعم إظهار ساكن نون ശേഷം ഹാ വന്നു. അതിന് മുമ്പ് ഐൻ ശ്രദ്ധിക്കണം. فصرف عنه فاستجاب له ربه فصرف عنه كيدهن. അവിടെ ശബ്ദോട് കൂടി നിർത്തുക. കൈദഹുൻ വഖഫ് ജായിസ്, നിർത്തൽ അനുവദനീയ. ഇന്നഹു നൂൻ ശബ്ദുണ്ട് ഗുന്ന. ഇന്നഹു ഹുവസ്സമീഉൽ അലീം. ഹുവസ്സമീഉ സീനിന് ശബ്ദുണ്ട്. ഹുവസ്സമീഉ ഐനാണ്. ഇന്നഹു ഹുവസ്സമീഉൽ അലീം മദ് ആയത്. ഇതാണ് ഓതുമ്പോൾ ശ്രദ്ധിക്കാറുള്ളത്. ദുആ സ്വീകരിച്ചു. അള്ളാഹു ഇംറത്തുൽ അസീസിന്റെയും മറ്റു പെണ്ണുങ്ങളുടെയും ഷർറിൽ നിന്നും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കാവൽ കൊടുക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്. അള്ളാഹു വളരെ നന്നായി മനസ്സിലാക്കാൻ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. എല്ലാവരും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കും. ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ് നമുക്ക് വേണം. എപ്പോഴാ സമയം കിട്ടുക എല്ലാവർക്കും? വ്യാഴാഴ്ച രാത്രി 9 മണിക്ക് ഇന്ത്യൻ സമയം 9 മണിക്ക് എല്ലാവർക്കും സമയമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് റെഡിയാണോ? വ്യാഴാഴ്ച രാത്രി ഇന്ത്യൻ സമയം 9 മണി. വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ ഇന്ന് ചൊവ്വ, ബുധൻ, വ്യാഴം, മറ്റന്നാൾ രാത്രി. കഴിവിന്റെ പരമാവധി എല്ലാവരും പങ്കെടുക്കും. കഴിയുന്നത്ര ആളുകളെ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കും. കാരണം ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന ഇബാദത്ത് ഒരു വലിയ ഇബാദത്താണ്, ചെറിയ സംഗതിയല്ല.
കുറെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. കാരണം അത് ചെയ്യാനുള്ളൊരു പ്രേരണ എനിക്കും നിങ്ങൾക്കും ഉണ്ടാവാൻ ഇതിലില്ല. വർദ്ധിപ്പിക്കണം. മഴ പെയ്യണം. വല്ലാത്ത പ്രയാസത്തിലാണ് എല്ലാവരും, മനുഷ്യന്മാരും മനുഷ്യരല്ലാത്ത ജീവികളും ഒക്കെ. അള്ളാഹു നമ്മുടെ പാപങ്ങളെ പുറത്തു തരട്ടെ. അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിയാറുകളായി, അടിയാത്തികളായി അവൻ നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. അഹ്ലുൽ ഖുർആനായി, അഹ്ലുല്ലാഹി വഖാസത്തുഹു ആയി ദുനിയാവിൽ ജീവിച്ചു മരിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ